ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മെസ്സേജ്, അതായത് ഒരു വീഡിയോയ്ക്ക് കിട്ടിയതാണ്. അതായത് ഞാനിപ്പോൾ ബഡ്ജറ്റ് സ്പീക്കറും TWS ഒന്നും റിവ്യൂ ചെയ്യുന്നില്ല, ഭയങ്കര പണക്കാർക്ക് വേണ്ടി മാത്രമുള്ള പ്രോഡക്റ്റ്സാണ്. അത് നീയൊക്കെ ഒന്ന് വല്ലപ്പോഴും ഈ ചാനലിൽ വന്ന് വീഡിയോ ഒക്കെ കാണടേ. ഞാൻ ബഡ്ജറ്റും ചെയ്യാറുണ്ട്, ഫോണുകളും ചെയ്യാറുണ്ട്. ഇനി എന്തൊക്കെ ടെക് പരമായിട്ടുള്ള സാധനങ്ങൾ എനിക്കിവിടെ ചെയ്യാൻ കിട്ടുമോ അതൊക്കെ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിലിരിക്കുന്നവർ തന്നെയാണ് ഞാൻ. എന്തിനാണെങ്കിലും ബഡ്ജറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ബഡ്ജറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറുമായാണ് വന്നിരിക്കുന്നത്. 5999 രൂപയാണ് ഇവിടെ മേടിക്കാൻ. 190 ദർഹോ അങ്ങനെ എന്തിനാണ് കേട്ടാ. എന്തായാലും ബഡ്ജറ്റാണ്. ഇതിനും ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് 5000-ന് താഴെ നിങ്ങൾക്ക് സ്പീക്കർ വേണം എന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനത്തിൻ്റെ തന്നെ ഒരു മിനി ഉണ്ട്, ഞാൻ താഴെ എൻ്റെ ഇതിലിട്ടേക്കാം, അത് മേടിക്കാം. അല്ലാത്തവർക്ക് പിന്നെ ബോട്ടുണ്ട്. ബോട്ട് മേടിച്ച് കഴിഞ്ഞാൽ ബോട്ട് കൊള്ളൂല, ബോട്ടിനൊരു ക്വാളിറ്റി ഇല്ല, ബോട്ടിന് സർവീസ് ഇല്ല. എടേ, ഈ 5000-ന് താഴെ എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റേ സോണി, മറ്റേ സെൻഹൈസർ, സോണോസ്, മാർഷൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് കേട്ടോ. എനിക്ക് ആ കാര്യമായിട്ടും പറയണതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സാധനത്തിനൊന്നും വലിയ രീതിയിലുള്ള ലൈഫൊന്നും കാണൂല. ഇനി ഞാൻ ഇത് പറഞ്ഞില്ല എന്ന് വേണ്ട, യവന്മാർ ചൈനയിൽ പോയിട്ട് ബൾക്കിന് സാധനം കൊള്ളാവിടെ, പാട്ട് കേൾക്കോടെ, എത്ര പാട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് സാധനം എന്നാൽ പിന്നെ അടിച്ച് കയറ്റിക്കോ നമ്മുടെ പേരെന്ന് പറഞ്ഞിട്ട് സാധനം ഇറക്കി ഇവിടെ വിൽക്കണ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഐറ്റം ഈ ഒരു ട്രൈബിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇവർ തൊട്ടി സെറ്റപ്പ് അല്ല. ഇപ്പോൾ JBL എന്ന് പറയുമ്പോൾ ഒരു 1 സ്റ്റെപ്പ് മുകളിലിരിക്കുന്നതാണ്. ഹാർമൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ള JBL ഉണ്ട്. JBLൊക്കെ 5000-ന് താഴെ മറ്റേ സാധനമുണ്ട്, സോപ്പ് പൊട്ടി പോലെ ഇരിക്കണ മറ്റൊരു സ്പീക്കറുണ്ട്. ഇതിനുണ്ട് സോപ്പ് പൊട്ടി പോലെ ഇരിക്കുന്ന സ്പീക്കർ. പക്ഷേ ഇതിൻ്റെ തന്നെ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സെയിം സാധനത്തിൻ്റെ ഒരു മിനി കിട്ടും, ചെറുത് ഇതുപോലെ ഇരിക്കണം. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് സോണി കിട്ടും 5000-ന് താഴെ. അതൊക്കെ കാണണം, അതിനൊന്നും വലിയ സൗണ്ടൊന്നുമില്ല, വോട്ടൊക്കെ വളരെ കുറവാണ്. 14, 10, 12 കാണത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ട് പോകണം. ബോട്ടിലുണ്ട് 5000-നൊക്കെ താഴെ. കുറച്ച് കഴിയുമ്പോൾ ബോട്ട് തേയും, ഡിസ്ട്രോഷൻ വരും, പതർച്ച വരും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരും. ടോപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടോപ്പ് ക്വാളിറ്റി കാശ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് വട്ടാടെ 5000 രൂപയ്ക്ക് കിട്ടില്ല സ്പീക്കർ ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും അതല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനം പോവുകയാണെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കാണില്ല. അൾട്രാ കൂറ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിന് ലൈഫില്ല, 6 മാസം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി, ഇത് നിന്നെ 3 പ്രാവശ്യം റീപ്ലേസ് എന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു കാര്യവുമില്ല, ചെയ്യേണ്ടി വരും. അത്രയൊക്കെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസ് ഒക്കെ അത്രയും ജുണ്ടാങ്കിളി ആയിരിക്കും. കപ്പാസിറ്റേഴ്സും മറ്റതും മറിച്ചതും ഒക്കെ ചിലപ്പോൾ പുകഞ്ഞു പോവാം. എന്തായാലും ഇത് പുകഞ്ഞു പോവില്ല എന്നാണ് ഒരുപാട് പേര് പറയണത്. ട്രൈബിറ്റിൻ്റെ സ്റ്റോം ബോക്സ് 2 ആണ്. ഈ സ്റ്റോം ബോക്സ് മിനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് 2000 രൂപയേ ഉള്ളൂ. ഇത് അത്യാവശ്യം കിടിലൻ സാധനമുണ്ട്. ബ്ലൂടൂത്ത് 5.3 ആണ്, സ്റ്റീരിയോ പെയറിംഗ് ഉണ്ട്. ഇതേപോലത്തെ വേറെ സ്പീക്കറും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്റ്റീരിയോ സ്പീക്കറായിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. അത് മാത്രമല്ല ട്രൈബിറ്റ് എൻ്റെ വേറെ കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. ആ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ട്രൈബിറ്റിൻ്റെ ആപ്പ് ഉണ്ട്, ഹാൻഡ്സ് ഫ്രീ കോളിംഗ് മൈക്ക് ഉണ്ട്. ഇതിനകത്ത് എക്സ് ബേസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്തിനാണെങ്കിലും കൊള്ളാം. പാക്കേജിങ് വെരി നൈസ്. ലെറ്റ്സ് അൺബോക്സ്. ഇത് 360 ഡിഗ്രി ഓഡിയോ പരിപാടിയാണ്. ഇതിൽ മറ്റേ 360 സ്പെഷ്യൽ ഓഡിയോ പോലെ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ്. എന്തായാലും നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു ബുക്കും പേപ്പറുമാണ് നമ്മൾ ആദ്യം കാണുന്നത് ഗൈസ്. വെരി നൈസ്. എന്തിനാണ് ഇതിലുള്ളത്? ഇതിങ്ങനത്തെ ചീട്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, വേണമെങ്കിൽ വായിക്കാം. ഇത് മറ്റാരും യൂസ് ചെയ്യാത്ത ചാർജ് ചെയ്യണ വയർ. ഇതാണ് ഐറ്റം. കാണാനൊക്കെ മുട്ട ലുക്ക് കേട്ടോ, കാണാനൊക്കെ ജിമിട്ട ലുക്കാണ് ഗായ്സ്. വാ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് കിടക്കാം. ജിങ്ക നിങ്ങൾക്ക് മറ്റേ ഓക്സിലറി കേബിൾ വെച്ചും കണക്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലെ റൂൾ വെച്ചിട്ട് Type-C മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, യൂണിവേഴ്സൽ ചാർജിങ്. ഇതിലാണെങ്കിലും അതാണ് അൺബോക്സിങ് കേട്ടോ. ഇതാണ് സാധനം ഗായ്സ്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള സാധനം ഓക്സിലറി വരുന്നുണ്ട്. ഇത് പെയർ ചെയ്യണ ബട്ടനാണെന്ന് തോന്നുന്നു. ഇത് എക്സ് ബേസ്. ഇത് നെക്കിക്കഴിഞ്ഞാൽ കട്ട ബേസ് വരും എന്നാണ് പറയുന്നത്. ബ്ലൂടൂത്തിൻ്റെത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടാകും നോക്കട്ടെ. ഇത് കണ്ടോ, വോളിയം അപ്പും ഡൗണും ഇതാണ് കേട്ടോ. ഇത് പോസാണ്. ഇതൊക്കെ നെങ്ങും കേട്ടോ. നമുക്ക് എന്തായാലും പെയർ ചെയ്യാം. ബ്ലൂടൂത്ത് 5.3 ആണ്, ഫാസ്റ്റ് പെയറിംഗ് ഒക്കെ വരും. വേർ ആർ യു? യെസ്, വന്നു ഗൈസ്. ട്രൈബിറ്റ് സ്റ്റോം ബോക്സ് 2 പെയർ ചെയ്തു. പെയറായി ഗൈസ്.
എൻ്റെ അമ്മോ, ചെറിയ സാധനമാണെങ്കിലും കൊള്ളാം കേട്ടാടേ. എക്സ് ബേസ് ഓണാണ് കേട്ടോ. ബേസിൻ്റെ സാധനം ഓണായി കിടക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ് ബേസ് എന്ന് പറഞ്ഞ സാധനം ഓഫ് ചെയ്ത് കേട്ടോ. അതിന് ശേഷമാണ് ഈ സൗണ്ട് പറഞ്ഞത്. കൊള്ളാം, പക്ഷെ കുറച്ച് പതർച്ച ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡബ് സ്റ്റെപ്പ് കേട്ട്, റോക്ക് കേട്ട്, പിന്നെ ഒരു EDM പോലത്തെ ഒരു സാധനം കേട്ട്, വോക്കൽ ഉണ്ടെങ്കിൽ നോട്ടെ. $360 ഓഡിയോ ആണ് സാധനം. IPX7, അതായത് ഡസ്റ്റ് ഇല്ല, വാട്ടർ പ്രൂഫാണ്. 24 മണിക്കൂർ കിട്ടും ഫുൾ ചാർജിൽ. അത് കൊള്ളാം കേട്ടോ. ഈ ചെറിയ സാധനം വരെ ഫുൾ ചാർജ് തരും. മറ്റേ ഞാൻ പറഞ്ഞു നമ്മളൊന്ന് കണ്ട മറ്റേ സൗണ്ട് കോറിൻ്റെ സാധനമൊക്കെ വെറും 12 മണിക്കൂറൊക്കെ തരത്തുള്ളൂ. ആ ബോസ് വില കൂടിയ സാധനം 12 മണിക്കൂറേ തരത്തുള്ളൂ. 24 മണിക്കൂർ ഫുൾ ചാർജിൽ. അവിടെ നീ ആൾ കൊള്ളാം കേട്ടോടോ. എന്നാടാവേ, പാട്ടൊക്കെ കേൾക്കാൻ അത്യാവശ്യം നൈസ് തന്നെയാണ്. റണ്ണിറ്റപ്പൊക്കെ കേട്ടാണല്ലോ. സാധനം കൊള്ളാം, പക്ഷേ ഹൈ വോളിയത്തിൽ ഇത്തിരി പതർച്ചയുണ്ട് കേട്ടോ. ഡിസ്ട്രോഷൻ വരുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3, ഔട്ട്പുട്ട് പവർ 34 വാട്ട്. ഫ്രീക്വൻസി റെസ്പോണ്ട് റേഞ്ച് 70 to 20 kHz ആണ് വരുന്നത്. അറ്റ് 60% വോളിയം. 60% വോളിയത്തിലാണ് 24 മണിക്കൂർ വരുന്നത്. അതും എക്സ് ബേസ് ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ 24 മണിക്കൂർ കിട്ടുള്ളൂ. എക്സ് ബേസ് ഓണൊക്കെ ആണെങ്കിൽ ഒരു 18 മണിക്കൂർ കിട്ടും. ചാർജിങ് ടൈം 4 മണിക്കൂർ എടുക്കും. IP7 ആണ്. 580 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം അത് കുഴപ്പമൊന്നുമില്ല. 2 ഇതുപോലത്തെ സ്പീക്കർ വാങ്ങിച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. 6000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വേണ്ടവർക്ക് പോയി മേടിക്കാടെ. സാധനം കൊള്ളാം, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. സായിപ്പന്മാർ വരെ റിവ്യൂ ഇടണ ഐറ്റമാണ്. ലുക്സ് വെരി നൈസ്. പിന്നെ എനിക്കെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഹൈ വോളിയത്തിൽ ഇത്തിരി പതർച്ചയുണ്ട്. ബട്ട് വോക്കൽസ് കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വെരി നൈസ് പ്രോഡക്റ്റ് ഫോർ ദ പ്രൈസ് ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ബഡ്ജറ്റ് ഓപ്ഷൻ. നിങ്ങൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിനൊക്കെ വേണ്ടി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഫോർ ലാപ്ടോപ്സ് ഓർ ഫോർ യുവർ റൂമിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് സൗണ്ട്സൊക്കെ വെച്ചിട്ട് മറ്റേ മഴ വീണതും മറ്റേ വെള്ളം ഒച്ചയൊക്കെ കേൾക്കണമെങ്കിൽ അതും നൈസായിരിക്കും. എന്തിനാണെങ്കിലും കൊള്ളാടെ. ഇതാണ് പെയർ ബട്ടൺ. ഇത് നെക്കിക്കഴിഞ്ഞാൽ മറ്റേ വേറൊരു ബ്ലൂടൂത്ത് സ്പീക്കറും കൂടെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ തൂക്കിയിട്ടുണ്ട് അടക്കാം, അതിനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ അനങ്ങിയൊക്കെ ചെയ്യും, രസമുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതറും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷേ ഡസ്റ്റ് പ്രൂഫ് ഇല്ല. എന്തിനാ ഡസ്റ്റ് എവിടെ കൂടെ കയറും അകത്തൂടെ? അതിനാലും ഡസ്റ്റ് പ്രൂഫ് അല്ല, പക്ഷേ വാട്ടർ പ്രൂഫാണ്. X7 ആണ്. അതാണ് ട്രൈബിറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ട്രൈബിറ്റ് സ്റ്റോം ബോക്സ് 2 നിങ്ങൾക്ക് മേടിക്കാം 6000 രൂപ. ദുബായിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഈ സാധനം ഇവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ചെറിയ ഒരു ലുട്ടാപ്പി ഉണ്ട്. 17 വാട്ടാണെന്ന് തോന്നുന്നത്, 17. അതെടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് വേണമെങ്കിൽ 2000 ഉള്ളൂ. ഇനി അതിൽ കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെട്ടി, അത് നിങ്ങളുടെ ഇഷ്ടം, എന്തും മേടിക്കാം, ഒരു കുഴപ്പം ഞാൻ ഒന്നും പറയൂല. ഞാൻ മനസ്സിലായേ? ഇതൊക്കെ അത്യാവശ്യം ബ്രാൻഡഡ് സാധനമാണ്. മറ്റേ ധൈര്യത്തിൽ മേടിക്കാം. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും 10 തള്ളക്കി വിളിക്കാം, ഇവൻ്റെയൊക്കെ ബ്രാൻഡിനെ തള്ളക്കി വിളിക്കാം. ഇതങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തിനാണെങ്കിലും അതാണ് എനിക്ക് ട്രൈബിറ്റ് സ്റ്റോൺ ബോക്സ് 2 പറ്റി പറയാനുള്ളത്. അതാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ പോകുന്നു ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.